സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ നേരിട്ട് ഇടപെടിപ്പിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ പീപ്പിൾ ടി വി പുറത്തുവിട്ടു. സരിത ഇന്ന് സോളാർ കമ്മീഷനിൽ ഹാജരാക്കിയ തെളിവുകളാണ് പുറത്തുവിട്ടത്. ഒപ്പം ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും മന്ത്രി VS ശിവകുമാറിനെതിരെയും തെളിവുകളും ഇന്ന് കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഡോക്ടർ ബിജു രമേശ്, ഇതിന്റെ വിശദാംശങ്ങൾ അതിഥികളിലേക്ക് എത്തും. ആനത്തലവട്ടം ആനന്ദൻ, അഡ്വക്കേറ്റ് PA സലീം, KVS ഹരിദാസ്, A സജീവൻ, ഫക്രുദ്ദീൻ അലി തുടങ്ങിയവർ. സോളാർ കേസിൽ നിർണായക ഡിജിറ്റൽ തെളിവുകൾ പുറത്തുവിടുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആ വസ്തുതകളിലേക്ക് വരാം. ആനത്തലവട്ടം ആനന്ദനിലേക്ക്, അതിനു മുമ്പ് ഫക്രുദ്ദീൻ അലിയിലേക്ക്. ഫക്രുദ്ദീൻ, എപ്പോഴും സോളാർ കേസ് ആയി കഴിഞ്ഞാലും അതോടൊപ്പം തന്നെ ബാർക്കോഴ ആയി കഴിഞ്ഞാലും നാം അത് രാഷ്ട്രീയമായി തന്നെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഉയർന്നു വരുന്ന ഒരു അരാഷ്ട്രീയ വാദമുണ്ട്. ആ അരാഷ്ട്രീയ വാദത്തിന്റെ മറ്റൊരു ദൃശ്യം അല്പം മുമ്പ് പീപ്പിൾ TV പുറത്തുവിടുകയുണ്ടായി. ഒരു വ്യക്തിയെ അടിച്ചു കൊല്ലുക, അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ. ഒരുപക്ഷെ ഗുണ്ടായിസം എന്ന് നാം പറയുമ്പോൾ നേരത്തെ നാം തമ്പാനൂർ രവിയുടെ ശബ്ദരേഖ കേട്ടു, ബെന്നി ബെഹനാന്റെ ശബ്ദരേഖ കേട്ടു. ഈ ശബ്ദരേഖകളൊക്കെയും ഭീഷണിക്കപ്പുറത്തേക്ക് സമരസപ്പെടലിന്റെ ഒരു ബ്ലാക്ക് മെയിലിംഗ് ആ രീതിയിൽ കാണുകയാണെങ്കിൽ അതും ഒരു ഗുണ്ടായിസമാണ്. നേരത്തെ പീപ്പിൾ TV പുറത്തുവിട്ട ആ ദൃശ്യങ്ങളും അതിനു മുമ്പ് സോളാറിലും ബാറുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്തുവിടുന്നത് ഒരു സർക്കാർ ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത് എന്നതിന്റെ പ്രസക്തി എത്രമാത്രം നാം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് ഫക്രുദ്ദീൻ? കേരളത്തിലെ മാറി വരുന്ന ഒരു സെൻസിബിലിറ്റിയാണ് വളരെ കൃത്യമായിട്ട് ഇത് കാണിക്കുന്നത്. ഇപ്പോൾ ഈ സംഭവം കണ്ട സമയത്ത് നമ്മൾ വേദനയോടെ കൈയും കെട്ടി ഒന്നും ചെയ്യാൻ പറ്റാതെ നോക്കിയെന്നില്ലേ. ബാർ കേസും അതുപോലെ തന്നെ സോളാർ കേസും ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ കൊണ്ടുവരുന്ന ബ്രേക്കിങ്സ് കാണുമ്പോൾ നമുക്കൊക്കെ തോന്നുന്ന ഇതാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. മുമ്പ് ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഇവിടെ ചാക്കോ രാജിവെച്ചിട്ടില്ലേ, ചെറിയൊരു സംഭവമായിരുന്നു. കരുണാകരൻ രാജിവെച്ചു, ആന്റണി രാജിവെച്ചു. ഇവിടെ എന്ത് വൃത്തികേട് കാണിച്ച് അധികാരത്തിൽ കടിച്ചു തൂങ്ങാം. അതുകൊണ്ട് പക്ഷേ കുറച്ച് നല്ല രീതിയിൽ കുറച്ച് പ്രൊജക്റ്റുകൾ കൊണ്ടുവന്ന ഭരണസ്ഥിരത നിലനിർത്താം എന്ന രീതിയിൽ എന്തും ചെയ്യാം എന്നുള്ള രീതിയിൽ സമൂഹവും അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയക്കാർ മാറിയിരിക്കുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം കാലാകാലമായിട്ട് മനോരമ പത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമുണ്ട്. മലയാളി ഒന്നും ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മലയാളി ഇങ്ങനെ എപ്പോഴും രാഷ്ട്രീയം പറയുന്നു. മലയാളി DYFI SFI എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സംഘടന ഉണ്ടാക്കുന്നു, എല്ലാത്തിലും ഇടപെടുന്നു. ട്രേഡ് യൂണിയൻ ആനന്ദപ്പെട്ട ആനന്ദനാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശത്രു, നമുക്ക് ട്രേഡ് യൂണിയനിസ്റ്റ് ആണല്ലോ. ഈ രീതിയിൽ ചിത്രീകരിച്ചിരുന്നു. ഇത് കേട്ടോ തലമുറ വളർന്നു വന്നു. ഈ തലമുറയ്ക്ക്, നിലവിലുള്ള തലമുറയ്ക്ക് രാഷ്ട്രീയക്കാരോട് പുച്ഛമായി ഈ സ്ഥലത്തേക്കാണ്. അതുമാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ആനത്തലവട്ട ആനന്ദ എന്നോട് പറയണ്ടേ, പല കേസുകളായിട്ട് അവിടെ കടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്താണ് ഈ പിള്ളേരെ. എന്നാൽ അവിടെയുള്ള ഒരു പഞ്ചായത്ത് ഭരണകക്ഷിയിൽപ്പെട്ട ഒരു പഞ്ചായത്ത് മെമ്പർ ഇറക്കിക്കൊണ്ടുപോകുകയായിരുന്നു. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ ലോക്കലായിട്ട് ഈ ഗുണ്ടകളെ മൊബിലൈസ് ചെയ്യും, ഗുണ്ടകളെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഇന്ന് മലയാള മനോരമ ഉൾപ്പെടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ, ഒരു വിഭാഗം രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ ഉണ്ടായിക്കൊണ്ടുവന്ന അരാഷ്ട്രീയവാദം ഉണ്ടല്ലോ, അരാജകത്വം ഉണ്ടല്ലോ, അതാണ് സോളാർ കേസാണെങ്കിലും അതാണ് ഈ പറയുന്ന സരിത കേസാണെങ്കിലും ഇന്നിപ്പോൾ നമ്മളിപ്പോൾ കണ്ട മൃഗീയമായിട്ടുള്ള ഈ ഒരു കൊലപാതകമാണെങ്കിൽ ഇതിനെല്ലാം കാരണം. അതുകൊണ്ട് ജസ്റ്റ് സരിതയുടെ ആരോപണം ആരോപണം എന്ന രീതിയിൽ കാണാതെ സമഗ്രമായി ഇത് കണ്ടുകൊണ്ട് കേരളത്തെ വീണ്ടെടുക്കാനുള്ള ശ്രമം, നായനാരെ കരുണാകരനെ വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. ആനന്ദൻ, താങ്കൾക്ക് പരിചിതമായ ഒരു പ്രദേശത്ത് നടന്ന ഏറ്റവും ക്രൂരമായ ദൃശ്യം നാം പുറത്തുവിടുമ്പോൾ അതേ ക്രൂരതയായാണ് ഫക്രുദ്ദീൻ അലി പറയുന്നത്. അരാഷ്ട്രീയവാദത്തിന്റെ മറ്റൊരു മുഖമായി ഇതിനെ ചേർക്കുകയാണ്. ഒരു ഭരണകൂടം നിലവിലിരിക്കുമ്പോൾ ഇതൊക്കെ നടക്കുന്നു. ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വിളിച്ച് ഇരകളെ ഭീഷണിപ്പെടുത്തുന്നു. അതോടൊപ്പമാണ് മറ്റൊരു ദൃശ്യം നാം കാണിച്ചതും, ഒരു ഇരയെ തല്ലിക്കൊള്ളുന്ന അവസ്ഥ. ഇതിന്റെ ഒരു രാഷ്ട്രീയ മാനം ആ പ്രദേശത്ത് നിന്നുകൊണ്ട് ആ പ്രദേശത്തിന്റെ വിശാലാർത്ഥത്തിൽ നിന്ന് കേരളത്തിന്റെ ഏറ്റവും വലിയ തട്ടിപ്പിലേക്ക് വരുമ്പോൾ അല്ല, ഈ സംഭവങ്ങൾ കാണുമ്പോൾ നമുക്കെന്ത് പറ്റി, കേരളത്തിന് എന്ത് പറ്റി എന്ന് ആലോചിക്കേണ്ടി വരും. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു കേരളം. ഇതുപോലൊരു ദൃശ്യം നമ്മൾ ഈ കേരളത്തിൻ്റെ മണ്ണിൽ ഇതുവരെ കാണേണ്ടി വന്നിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം നടന്ന TP ശ്രീനിവാസനെ ആക്രമിച്ച് അവിടെയും പോലീസിൻ്റെ നിലപാടത്, പോലീസിൻ്റെ സാന്നിധ്യത്തിലല്ലേ ഏതെങ്കിലും ഒരു ക്രിമിനൽ ആക്രമിച്ചാൽ പാർട്ടി ഏതെന്നുള്ളതല്ല, എന്ത് ചുക്ക ചെയ്തത് ഈ പോലീസ് നോയിക്കണ്ട് നിൽക്കുകയല്ലേ എതിരിക്കുന്നത് അല്ലേ. ഇവിടെയാണെങ്കിൽ ഈ ക്രിമിനലുകളെ വളർത്തുന്നത് മുഴുവൻ അവിടുത്തെ പോലീസായിരുന്നു. ഇവർ നിരവധി കേസുകളിൽ നെട്ടോറിയസ് ക്രിമിനൽ എന്നുള്ള പ്രതികളായിരുന്നു. അവരെ കൊണ്ടുപോയാൽ ഏതെങ്കിലും ഒരു ഭരണകക്ഷി നേതാവ് എന്ന് പറയുമ്പോൾ അവർ വിട്ടുകൊടുക്കുക. അപ്പോൾ അവർക്ക് ധൈര്യം കിട്ടി, എന്തും ചെയ്യാം, നമ്മളെ സംരക്ഷിക്കാൻ ആളുണ്ട്. ഇതാണ് നമ്മുടെ നാടിൻ്റെ സ്ഥിതിയെങ്കിൽ സമാധാനപരമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ എന്തു ചെയ്യും? ഇത് ആ നാടിന് തന്നെ ഒരു അപമാനമല്ലേ, വക്കം പ്രദേശത്തിന്. വക്കത്തുകാർക്ക് ആകെ അപമാനം ഉണ്ടാക്കിയിരിക്കുന്നില്ലേ. ഈ വക്കം എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരു നാടാണെന്ന് ലോകമറിയുകയല്ലേ. ഈ നാണക്കേട് വരുത്തി വച്ചില്ലേ.
എന്നിട്ട് ഈ പോലീസിന് എന്താ ചെയ്യാൻ? ഇന്നലെ ഈ സംഭവം നടന്നു. നമ്മൾ ഇപ്പോഴും ഈ ദൃശ്യങ്ങൾ, ഒരു യാത്രക്കാരൻ ബസ്സിൽ നിന്നെടുത്ത അയാളുടെ സ്വന്തം ഈ ഫോൺ മൊബൈൽ വെച്ചിട്ട് എടുത്തൊരു ദൃശ്യം പുറത്തു വന്നില്ലെങ്കിൽ ഈ ക്രൂരത ജനം അറിയുമോ? അങ്ങനെ ഈ വിധത്തിൽ നമ്മുടെ നാടിനെ കൊണ്ടുപോകാമോ? അതിനോടൊപ്പമാണല്ലോ ഈ ബാക്കിയെടുത്ത് ഭരണമെന്ന് പറയുന്ന ഇത്ര തരംതാണ തകർന്നു പോയ കേരള സംസ്കാരത്തിന് അപമാനമായിട്ടുള്ള ഒരു ഭരണമല്ലേ? തട്ടിപ്പായാലും പണം തട്ടിപ്പും മാഫിയ സംഘങ്ങളുടെ അധോലോക സംഘങ്ങളുടെ പിടിയിലേക്ക് കേരളം പോവുകയാണ്. അതിവേഗം ഈ കേരളത്തെ ഈ പോക്കിൽ നിന്ന് രക്ഷിച്ചില്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നമ്മൾ ഒരുപാട് മേന്മയുള്ളവരാണെന്ന് പറഞ്ഞിട്ട് വിലയുണ്ടാവില്ല. KVS ഹരിദാസ്, അത്തരത്തിലാണ് മേന്മയുണ്ടെന്ന് നാം അവകാശപ്പെടുന്നു, രാഷ്ട്രീയ പ്രബുദ്ധതയുടെ കാര്യം പറയുന്നു. ഫക്രുദ്ദീൻ അലി, ഇതിനെയൊക്കെ ഇപ്പോൾ വളർന്നു വരുന്ന അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടുവരുന്ന ചിലരെങ്കിലും അരാഷ്ട്രീയത്തിന്റെ ചിത്രങ്ങളായി കാണുമ്പോൾ നേരത്തെ ക്രൂരതയിൽ നിന്നുകൊണ്ട് സരിതയെ, ആ പേര് ഞാൻ പറയുകയാണ്, അതോടൊപ്പം ബിജു രമേശ്, ഇവരെയൊക്കെ ഭീഷണിപ്പെടുത്തുന്ന ഭരണകൂട ഭീകരത എന്നുള്ള അവസ്ഥ കേരളത്തിലേക്ക് വരുമ്പോഴാണ് അല്പം മുമ്പ് പീപ്പിൾ TV കാണിച്ച ക്രൂരതയുടെ ആ ദൃശ്യങ്ങളും അനുബന്ധമായി സോളാറിലും ബാറിലും ഒക്കെ പീപ്പിൾ TV പുറത്തുവിട്ട ശബ്ദരേഖകളും തെളിവുകളും അടക്കം കേരളം എവിടെയാണ്? KVS ഹരിദാസ്. പ്രദീപേ, അഴിമതി, അക്രമം, അരാജകത്വം, ഇതാണ് ഇന്ന് കേരളത്തിൻ്റെ മുഖമുദ്രയായിട്ട് മാറുന്ന ഈ UDF ഗവൺമെൻറ്റിൻ്റെ കീഴിൽ. മനുഷ്യന് പുറത്തിറങ്ങാൻ വയ്യാത്ത രാഷ്ട്രീയ കാലാവസ്ഥ സംജാതമാവുകയാണ് ഇവിടെ. അഴിമതി കൊണ്ട്, കോൺഗ്രസ്സുകാരുടെ അഴിമതി കൊണ്ട്, കേരള കോൺഗ്രസിൻ്റെ അഴിമതി കൊണ്ട് സാർവത്രികമായിട്ട് ഒരാൾക്കും ആരെയും വിശ്വാസമില്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞു. അതിന് പിന്നാലെയാണ് ഇത്തരം പോലുള്ള നമ്മളിപ്പോൾ കേട്ടാൽ ലജ്ജിക്കുന്ന, നാണക്കെടുന്ന അക്രമ സംഭവങ്ങൾ നടക്കുന്നത്. ഞാൻ ആ ചിത്രം, നിങ്ങളുടെ ക്ലിപ്പിങ്സ് കണ്ടപ്പോൾ തോന്നിയ ഒരു കൊടുക്കണോ വേണ്ടിയോ, നിങ്ങൾ കൊടുക്കണോ വേണ്ടിയോ എന്ന് ചിന്തിക്കണമെന്ന് തോന്നി. കാരണം അതിൻ്റെ വേദനയാണ് അത് കാണുമ്പോൾ ഒരു മനസ്സിനെ വരവിപ്പിക്കുന്ന ഒരു വേദന, വിഷമം ഉള്ളതുകൊണ്ട് ഞാൻ പറയാം. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രദീപനൊക്കെ ഓർമ്മയുണ്ടാവും, എറണാകുളത്ത് ഒരു ഉത്സവത്തിന് എഴുന്നള്ളിപ്പ് നടക്കുമ്പോൾ ഒരു ആന, അതിൻ്റെ മുകളിൽ ആനപ്പുറത്ത് ഇരുന്ന പൂജാരിയെ നിലത്തിട്ട് ചവിട്ടിക്കൊന്ന ഒരു ചിത്രമുണ്ട്. അന്ന് പലരും ലൈവായിട്ട് കാണിച്ചു ആ ചിത്രം. അതിനുശേഷം നമ്മൾ മാധ്യമരംഗത്ത് ഒരു ചർച്ച നടന്നു. ഇത്തരം സംഭവങ്ങൾ നമ്മൾ തത്സമയം കാണിക്കാമോ, ഇത്തരം ഫോട്ടോസ് കൊടുക്കാമോ? എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കൈരളിയുടെ മാധ്യമ വിചാരത്തിൽ സെബാസ്റ്റ്യൻ പോളിനെ പോലുള്ളവരൊക്കെ വളരെ ശക്തമായിട്ട് അതിനെതിരായിട്ട് പ്രതികരിച്ചു. സുരേന്ദ്ര ബാബുവിനൊക്കെ ചിലപ്പോൾ ഓർമ്മയുണ്ടാവും ആ കാര്യങ്ങൾ. അത്തരത്തിൽ ചില സംഭവങ്ങൾ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ. ഒരു ക്ഷേത്രത്തിൽ നടന്ന സംഭവമാണ് ഞാൻ ഈ പറഞ്ഞത്. അമ്പലത്തിൻ്റെ എഴുന്നള്ളിപ്പ് നടക്കുമ്പോൾ മുകളിൽ തിടമ്പും പിടിച്ചിരുന്ന പൂജാരിയെ നിലത്തിട്ട് ചവിട്ടിക്കൊല്ലുന്ന ചിത്രം. അതുപോലെ അതിനേക്കാളൊക്കെ ഭയാനകമാണ് നമ്മളിപ്പോൾ കണ്ട ഒരു രംഗം. സത്യത്തിൽ നമ്മളൊക്കെ ഇതൊക്കെ ലൈവായിട്ട് നമ്മൾ പോകണോ അല്ലെങ്കിൽ പ്രേക്ഷകരെ കാണിക്കണോ എന്നൊക്കെ മാധ്യമങ്ങൾ ചിന്തിക്കും. പക്ഷെ വാർത്തയാണത്, വാർത്ത കാണിച്ചല്ലേ പറ്റുള്ളൂ എന്നുള്ള ചിന്തയും ഉണ്ടാവാം. അതൊരു വശത്ത്. വേറൊന്ന് നമ്മൾ കണ്ടത് ഈ അഴിമതിയുടെ കഥയാണ്. ഞാൻ നേരത്തെ അരിച്ചേട്ടാ ഒരു കാര്യം പറഞ്ഞിട്ട്, ഇവിടെയും ഈ കുട്ടി കൊല ചെയ്യപ്പെടാൻ കാരണം അവിടെ ക്ഷേത്രത്തിൽ ഒരു ഉത്സവം ഉണ്ടായിരുന്നു പോലും. ആ ഉത്സവത്തിൽ ഈ തല്ലിക്കൊല്ല കുട്ടികൾ ആനയെ ഇളക്കി വിട്ടു. ആ ഇളക്കി വിട്ടത് ഈ കുട്ടികളാണെന്ന് ഈ കൊല ചെയ്യപ്പെട്ട കുട്ടി മറ്റുള്ളവർ പറഞ്ഞതിന്റെ പ്രതികാരമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഏത് രീതിയിലാണ് നമ്മുടെ നാട് പോകുന്നത്. അതാ ഞാൻ പറഞ്ഞ ഈ പ്രതികാരം ചെയ്യുന്നതിനുള്ള ആ മനസ്സിലുള്ള വികാരം വളർന്നു വരുന്നതാണ്. ഞാൻ ചോദിക്കണം, ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? കേരളം പോലുള്ള സാംസ്കാരികമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് ഇവിടെ ചില അക്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. രാഷ്ട്രീയ അക്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ചോദ്യം തന്നെയാണ്. ആ ചോദ്യത്തിൽ നിന്ന് നമ്മൾ സോളാറിലും ബാറിലും എത്തുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമിക അത് ഏതു തരത്തിലേക്കാണ് പോകുന്നത്? സോളാർ കേസിൽ മുഖ്യമന്ത്രിയെ ബന്ധിപ്പിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ പീപ്പിൾ TV പുറത്തുവിട്ടു. അതോടൊപ്പം തന്നെ ബാർക്കോഴയുമായി ബന്ധപ്പെട്ടുയരുന്ന ആരോപണങ്ങൾ. മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് 2 കോടി രൂപ നൽകി, VS ശിവകുമാറിന് 25 ലക്ഷം കോഴ നൽകി. ഏറ്റവും നിർണായകമായ തെളിവുകളായി കേരള രാഷ്ട്രീയം ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഭാസുരേന്ദ്ര ബാബു, വളരെ നിർണായകമായ തെളിവുകൾ വരുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സാമർഥ്യം. കാരണം ഞാനിത് ചോദിക്കുന്നത്, ബെന്നി ബെഹനാൻ തെളിവുകൾ പുറത്തു വരുന്നു. ആരാണ് ബെന്നി ബെഹനാൻ? തമ്പാനൂർ രവി, ആരാണ് തമ്പാനൂർ രവി?
ഈ രണ്ടു പേരെയും മുൻനിർത്തി വരുമ്പോഴും തെളിവെവിടെ എന്ന് മുഖ്യമന്ത്രിക്ക് ധൈര്യപൂർവ്വം ചോദിക്കാൻ പറ്റുന്നൊരു ഇടമായി കോൺഗ്രസിലെ രാഷ്ട്രീയം മാറുന്നു. അതിലൊരു രാഷ്ട്രീയമുണ്ടോ? അല്ല, അതിനകത്ത് ഇപ്പോൾ എ ഗ്രൂപ്പിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് താങ്കൾ സൂചിപ്പിച്ച രണ്ടാളുകൾ. ഒരാൾ MLA ആണ്, ഒരാൾ മുൻ MLA ആണ്. മുൻ MLA ആയിരിക്കുന്ന തമ്പാനൂർ രവി KPCCയിലെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. ചെറിയ പുള്ളികളൊന്നുമല്ല ഉമ്മൻചാണ്ടിയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതെന്നർത്ഥം. അതിനകത്ത് നാം മനസ്സിലാക്കേണ്ടത് നേരിട്ട് ഒന്നും ചെയ്യുന്ന രീതി ഉമ്മൻചാണ്ടിക്കില്ല. അദ്ദേഹം എപ്പോഴും പാർശ്വവർത്തികളെ സൃഷ്ടിക്കും. നമുക്കറിയാം, സത്യത്തിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് അതിനെ എതിർക്കണമായിരുന്നു. കാരണം ഈ സർക്കാർ അധികാരത്തിൽ വന്ന് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു പിക്മി ക്യാബിനറ്റ് ആയിരുന്നു അത് എന്ന് നമുക്കറിയാം. കൃത്യമായും പെയ്ഡ് മന്ത്രിമാർ, അതുപോലെ തന്നെ ആ തരത്തിലുള്ള ആളുകൾ, പ്രധാനപ്പെട്ട ആളുകളെ മുഴുവൻ പുറത്തേക്ക് മാറ്റി പുറത്ത് നിർത്തി തനിക്ക് തൻ്റെ പോക്കറ്റിൽ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു പിക്മി ക്യാബിനറ്റ് തിരഞ്ഞെടുത്ത്, പലരുടെ ഞാൻ പേരെടുത്ത് പറയാം എങ്ങനെ അവർ മന്ത്രിമാരായി, ആ അർത്ഥത്തിലുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് ഒരുതരം മാഫിയ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംഘത്തെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി മുന്നോട്ട് പോയത്. ഒരു യഥാർത്ഥ ചോദ്യം, ഈ സോളാർ ഇഷ്യൂ വന്നിരുന്ന കാലഘട്ടത്തിൽ തന്നെ 2.5 വർഷമായി പല ഘട്ടങ്ങളിൽ നാം അത് സംസാരിച്ചു. ഇതേ സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടക്കുമ്പോൾ സരിതാ എസ് നായരുണ്ട്, ഈ ബിജു രാധാകൃഷ്ണനുണ്ട്. ഇവർ രണ്ടുപേരെയും സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടക്കുന്ന സമയത്ത് ഈ പണം എങ്ങനെ വിനിയോഗിച്ചു എന്ന കാര്യം ഉമ്മൻചാണ്ടിയുടെ താഴെയുള്ള പോലീസ് അന്വേഷിച്ചതേയില്ല. ഈ പണം കണ്ടെത്താനുള്ള ശ്രമം ഈ കേസുമായി ബന്ധിപ്പിച്ച് നടന്നിട്ടേയില്ല. കേസിൻ്റെ അന്വേഷണം സരിതയിലും രാധാകൃഷ്ണനും എത്തുമ്പോൾ തീരും. അങ്ങനെ തീർത്തുകൊണ്ട് അവരിൽ ഒതുക്കി നിർത്താൻ ശ്രമിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി ചെയ്തത്. അതിന് നൽകിയ വലിയ വിലയാണിപ്പോൾ. ഇപ്പോഴെന്താ സംഭവിച്ചത്? പണം എടുത്തു, ശരിയാണ്, ആ പണം മുഴുവൻ ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തു, ഇനി മുഖ്യമന്ത്രിയോട് ചോദിച്ച് നിങ്ങളൊക്കെ വാങ്ങിക്കോളൂ എന്ന് ഇനി വരുന്ന 33 കേസുകളിൽ കൃത്യമായും മൊഴി സരിത നൽകുമ്പോൾ സരിതയെ വിഴുങ്ങാമെന്ന് ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചു. ഉമ്മൻചാണ്ടിയെ സരിത വിഴുങ്ങി. അതാണ് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ട ഒരു ഗുണപാഠം ഈ സമീപന രീതിയിൽ നിന്ന്. ഫക്രുദ്ദീൻ, അവിടെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സരിത പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളിൽ ബെന്നി കൊടുക്കുന്ന ഉറപ്പുകൾ. ആരാണ് ബെന്നി ബെഹനാന്? മുഖ്യമന്ത്രിയും അടുത്ത് നിൽക്കുമ്പോൾ ബെന്നി പറയുന്നു സരിതയ്ക്കൊന്നും സംഭവിക്കില്ല. നേരത്തെ ഡിജിറ്റൽ തെളിവുകളെ കുറിച്ച് പറയുമ്പോൾ ശ്രീധരൻ നായർ, അതാണ് ഏറ്റവും തർക്കമായിട്ടുള്ള വസ്തുത, ശ്രീധരൻ നായരും സരിതയും മുഖ്യമന്ത്രിയും കണ്ടിട്ടുണ്ടോ? ബെന്നി ബെഹനാൻ പറയുന്നു സരിതാ നായരുമായി മുഖ്യമന്ത്രി കാണുന്നതിന്റെ ഡിജിറ്റൽ രേഖകളുണ്ട്, നമുക്ക് വളരെ വ്യക്തമാണ്. ആ സ്ഥാനത്തും ബെന്നി ബെഹനാൻ ശരിവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ബെന്നി ബെഹനാനെയും നാം ഓരോന്നും വളരെ പ്രത്യേകമായി ഇക്കാര്യത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ആരാണ് ബെന്നി ബെഹനാൻ? ആരാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി? ആരാണ് തമ്പാനൂർ രവി? ഇതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ സുധീരന്റെ യാത്ര അവസാനിപ്പിക്കുന്ന തിരുവനന്തപുരത്ത് ഉടനീളം ഉയരുന്ന ഫ്ലെക്സുകളിൽ നാം കാണുന്നു മഹാത്മാഗാന്ധിയുടെ ചിത്രം, സുധീരന്റെ ചിത്രം, ആന്റണിയുടെ ചിത്രം, തമ്പാനൂർ രവിയുടെ ചിത്രം. മധ്യ തിരുവിതാംകൂറിൽ വരികയാണെങ്കിൽ ബെന്നി ബെഹനാന്റെ ചിത്രം. കോൺഗ്രസിലെ ആദർശ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്നവരുടെ മുന്നിൽ സരിത തെളിവുകളുമായി വരുന്നു. അതൊക്കെ കേട്ട് പകച്ചു നിൽക്കുന്ന ബെന്നി ബെഹനാനെയും തമ്പാനൂർ രവിയെയും കാണേണ്ടി വരുന്ന ഒരു കോൺഗ്രസ് രാഷ്ട്രീയം. ഇത് കോൺഗ്രസിൽ നിന്നും അല്ലെങ്കിൽ UDF നിന്നും വ്യത്യസ്തമായി കൃത്യമായി ഉമ്മൻചാണ്ടിയിലേക്ക് ഈ ഒരു ആരോപണങ്ങൾ എത്തി നിൽക്കുന്നത് ഇതുകൊണ്ടാണ്. നേരത്തെ ബാസുരേന്ദ്ര ബാബു സാഹ് പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി വി ഡി സതീശനെയും അതുപോലെ പ്രതാപനെ അങ്ങനെയുള്ള മിടുക്കന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് തൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന ആളുകളെ വെച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു മന്ത്രിസഭയാണിത്. എല്ലാ കാര്യത്തിലും ഉമ്മൻചാണ്ടി അത് തന്നെയായിരുന്നു ചെയ്തത്. മാണി സാറിനെയും കുഞ്ഞാലിക്കുട്ടിനെയും ഇടയ്ക്കൊന്ന് സന്തോഷിപ്പിച്ച് കാര്യങ്ങളൊക്കെ നേടിയെടുക്കെങ്കിലും ഉമ്മൻചാണ്ടിയുടെ ടോട്ടൽ കൺട്രോളുള്ള മന്ത്രിസഭയായിരുന്നു. ആ ടോട്ടൽ കൺട്രോളുള്ള മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടിയുടെ തന്നെ വലങ്കയായിട്ടുള്ള ചില ആളുകളാണ് മറ്റു കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരുന്നത്. ആ ആളുകൾ അന്നേ നമ്മൾ കേട്ട പേരാണ് തമ്പാനൂർ രവിയുടേതാണെങ്കിൽ ബെന്നി ബെഹനാൻ്റെതാണെങ്കിൽ ഇത്തരം ചില പേരുകൾ, രമേശ് പ്രസന്നശങ്കർ ചില പേരുകൾ. ഈ പേരുകൾ ഈ കേസ് മാത്രമാണ്, നിസാമിന്റെ കേസ് ഉൾപ്പെടെയുള്ള കേസുകളുണ്ട്. അവിടെ ഇപ്പൊ അവിടെ സസ്പെഷ്യലായ SP എന്തെങ്കിലും വായി തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഈ ഇലക്ഷന് മുമ്പ് പിന്നെ പുറത്തു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഈ ആരോപണം ഉമ്മൻചാണ്ടിയിലേക്ക് ചെന്ന് എത്തി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഉമ്മൻചാണ്ടി ഈ ഇവരുടെ മേലുള്ള ഉമ്മൻചാണ്ടിയുടെ സ്വാധീനവും ഉമ്മൻചാണ്ടി ഈ ഗവൺമെന്റിനെ കൊണ്ടുപോയ രീതി കൊണ്ടാണ്. അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് വിഭിന്നമായി ഈ കേസിന്റെ ആരോപണം വളരെ കൃത്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസും തന്നെയാണ് പ്രതിക്കൂട്ടി നിൽക്കുന്നത്. BJP വക്താവ് അഡ്വക്കേറ്റ് JR പത്മകുമാർ സലിമിലേക്ക് വരുന്നതിന് മുമ്പ് ഏതു തരത്തിലുള്ള ഒരു രാഷ്ട്രീയം നാം ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് ഈ പേരുകൾ ഏറ്റവും സ്പെസിഫൈ ചെയ്യേണ്ടതും ഫോക്കസ് ചെയ്യേണ്ടതും?
സരിത ആരോ ആവട്ടെ, അതിൽ വരുന്ന വസ്തുതകൾ പീപ്പിൾ ടി വി ഇന്ന് പുറത്തുവിട്ട ഡിജിറ്റൽ തെളിവുകൾ എന്ന് പറയുന്നത് മനസ്സിലാക്കുമ്പോൾ ആ പേരുകൾ ഉയരുന്നതിനുമ്പോൾ ആ പേരുകളെ ഏതു തരത്തിൽ ഇതുവരെ യൂട്ടിലൈസ് ചെയ്തിരുന്നു, ആര് യൂട്ടിലൈസ് ചെയ്യുന്നു, ഇപ്പോൾ ആ മുഖങ്ങൾ വരുമ്പോൾ ഏത് അവസ്ഥയിലേക്കാണ് പോകുന്നത്? കാര്യങ്ങൾ ഓരോ ദിവസം കഴിയുമ്പോഴും വളരെ വ്യക്തമാകുന്നുണ്ടല്ലോ. ഇക്കാര്യം കേരളത്തിലെ രാഷ്ട്രീയം കുറേ കാലം മുമ്പ് ചർച്ച ചെയ്തതാണ്. അന്ന് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി വളരെ ശക്തമായി തന്നെ അതിൻ്റെ പ്രതിനിധികൾ ഈ ഓരോ ഘട്ടത്തിൽ ഇത് ഉന്നയിച്ചു. അന്ന് പറഞ്ഞത് കയ്യിൽ രേഖയില്ലേ, രേഖ ഇവിടെ, കൈരേഖ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നോക്കുക, അന്ന് പറഞ്ഞ കാര്യങ്ങൾ പടി ശരിയായ രീതിയിൽ വരികയല്ലേ. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ മുഖ്യമന്ത്രിയാണ്. അത് ഈ അന്വേഷണങ്ങൾ ചെന്നെത്തുന്നത്, വെളിപ്പെടുത്തൽ ചെന്നെത്തുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ്. അപ്പോൾ അതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇതിലെ ഏറ്റവും സൂത്രധാരകൻ, ഇതിൻ്റെ സംഘാടകൻ, ഇതിൻ്റെ തിരക്കഥാകൃത്ത്, ഇതിലെ അഭിനേതാവ് ഇതെല്ലാം മുഖ്യമന്ത്രിയാണ്. അതിൽ യാതൊരു സംശയമില്ല. ഇപ്പം മുഖ്യമന്ത്രിയുമായി അടുത്ത് നിൽക്കുന്ന, മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്ന ആളുകളാണ് ഇതിൻ്റെ തിരക്കഥയിലും അരങ്ങത്തും അണിയറയിലുമൊക്കെ വരുന്നതെങ്കിൽ ഇന്ന് വേറെ രണ്ട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. വിഭാഗവുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയ്ക്കെതിരായിട്ട് ആരോപണം വന്നിട്ടുണ്ട്, ശിവകുമാറിന് എതിരായിട്ട് ആരോപണം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ, ഈ ഭരണ സംവിധാനത്തെക്കുറിച്ച് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പം ഈ ശരീരത്തിൽ അല്പം 1-2 സ്ഥലത്ത് തണുത്ത വെള്ളം വീണാൽ നമുക്ക് വളരെ ശരീരത്തിൽ തണുപ്പ് തോന്നും. പക്ഷേ മൊത്തം മുങ്ങിയാൽ തണുപ്പ് മാറുമെന്നൊരു പറച്ചിലുണ്ട്. അതാണിപ്പോൾ സ്ഥിതി. കേരള മന്ത്രിസഭ മൊത്തം മുങ്ങിയപ്പോൾ അഴിമതി ആരോപണത്തിൽ മൊത്തം മുങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല, ഈ നേരത്തെ മുഖ്യമന്ത്രിയെക്കുറിച്ച് നമുക്കൊരു പരാതി അല്ലെങ്കിൽ അഭിപ്രായം ഉണ്ടായിരുന്നത് അദ്ദേഹം ഈ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അത് മാറിക്കിട്ടി. അഴിമതിയിൽ പങ്കാളിയാണ്, അതിൽ പങ്കുപറ്റുന്നുണ്ട്, ഇദ്ദേഹം ആണ് ഈ കമ്പനിയുടെ MD എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. TG മോഹൻദാസ് കൂടി ചേരും. TG, ജനാധിപത്യത്തെക്കുറിച്ചാണ് നാം അടിവരയിടുന്നത് എന്നും നാം അഭിമാനത്തോടെ പറഞ്ഞിരുന്നു. ജനാധിപത്യ കേരളം, ഈ ജനാധിപത്യ കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ വരുമ്പോൾ ഇന്ന് പീപ്പിൾ TV പുറത്തുവിട്ട ഏറ്റവും നിർണായകമായ ശബ്ദശകലത്തിലേക്കും പോകേണ്ടതുണ്ട്. TGയിലേക്ക് വരുന്ന മുമ്പ് ആ ശബ്ദശകലത്തിലേക്ക്. ഞാനൊരു മീറ്റിംഗിലാണ്. അബ്ദുള്ളക്കുട്ടിയുടെ FIR അത് റദ്ദാക്കാൻ ഞാൻ പോകണോ അതോ ഇത് കണ്ടിന്യൂ ചെയ്യണോ എന്ന് കൂടെ സാറൊന്ന് അന്വേഷിച്ചിട്ട് പറയണം. അയ്യോ, അത് റദ്ദാക്കണം കേട്ടോ. അല്ല, ഇപ്പൊ ഇങ്ങനെ അയാള് ഒന്നും ചെയ്തില്ല, അയാള് വലിയ ഇതായിട്ടൊക്കെ സംസാരിക്കുന്നു, CM സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻ ഞാനെന്തിനാ സാറേ ഞാൻ നാണം കണ്ടത്? എനിക്ക് ഇവിടെ ജീവിക്കണ്ടേ? എല്ലാരും സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി. ഞാൻ എന്റെ കൂടെ കാര്യം, ഞാൻ തറയിൽ കിടക്കുന്ന റോഡിൽ കിടക്കുന്നൊന്നുമല്ലല്ലോ. ഇത്രയൊക്കെ ഞാൻ സഹിച്ചില്ല എല്ലാവർക്കും വേണ്ടിയിട്ട്. ചുമ്മാ എന്നെ അങ്ങനെ വിഷമിപ്പിക്കരുതെന്ന് പറയണം. എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണ്. ഇന്ന് വൈകുന്നേരം അറിയണം. കഴിഞ്ഞ 10 മണിക്ക് എനിക്ക് മൊഴി കൊടുക്കാനുള്ള പ്രിപ്പയർ ചെയ്യാൻ സമയം വേണം. ഹലോ, ഞാൻ കൊണ്ടുപോയിട്ടാണ്. അതിനകത്ത് ബന്ധപ്പെട്ടായിരുന്നോ? ഞാൻ ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഞാൻ സാറിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ, സാറിനെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഞാൻ ആരോട് ഏതായാലും സഹായകമായ നിലപാടെടുക്കുക. സഹായമായ നിലപാടെന്ന് പറഞ്ഞാൽ ഒരു സൈഡ് മാത്രം മതിയോ? ഞാൻ ഈ കേസിനകത്ത് മൊത്തം അത് ഫേസ് ചെയ്യേണ്ടി വരുന്നതല്ലേ? അതെന്താ സാറ് ചിന്തിക്കാത്ത? 58 കേസ് 48 കേസ് എനിക്കുണ്ട്. ഈ 48 കേസിനകത്ത് ഈ മൊഴി വാലിഡ് ആവും. യെസ്, TG മോഹൻദാസ്, താങ്കൾ ഒരു അഭിഭാഷകനാണ്. ഞാൻ ഈ ഒരു ചർച്ചയിൽ സാമൂഹിക പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഐഡന്റിറ്റി അതിനപ്പുറത്തേക്ക് ഇപ്പോൾ സ്പെസിഫൈ ആയി TGയെ ഞാൻ കാണുന്നത് ഒരു അഭിഭാഷകനായിട്ടാണ്. ആ അർത്ഥത്തിൽ ചോദിക്കുമ്പോൾ ബെന്നി ബെഹനാനും സരിതയുമായിട്ടുള്ള സംഭാഷണത്തിന്റെ ശകലങ്ങളാണ് പീപ്പിൾ TV പുറത്തുവിട്ടതിൻ്റെതാണ് ആവർത്തിച്ചത്. ബെന്നിയെ ചേർത്തു വെക്കേണ്ടതുണ്ട്. ബെന്നിയുടെ പ്രതികരണം വന്നിരുന്നു, ഫാബ്രിക്കേറ്റഡ് ഡിജിറ്റൽ എവിഡൻസ്. ബെന്നി പറഞ്ഞതിനെ അതേപടി പറയണം, ഫാബ്രിക്കേറ്റഡ്. ആ സംസാരം കേട്ടുകഴിഞ്ഞാൽ ഏതു തരത്തിലുള്ള ഫാബ്രിക്കേറ്റഡ് ആണ് ഈ ഡിജിറ്റൽ എവിഡൻസ് എന്ന് താങ്കൾക്ക് മനസ്സിലാകുന്നത്? TG മോഹൻദാസ്, പ്രദീപ് പറഞ്ഞതിൽ ചെറിയൊരു തിരുത്ത് വേണം കേട്ടോ. ഞാൻ വക്കീലാവാൻ പോണതേ ഉള്ളൂ, ആയില്ല, കുറച്ചുകൂടെ കഴിയണം. യെസ്, അതിരിക്കട്ടെ.
ബെന്നി ബെഹനാൻ്റെ ശബ്ദമല്ല ഫാബ്രിക്കേറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞാലേ ഞങ്ങളൊക്കെ എന്താ പൊട്ടന്മാരാണോ? ഞാൻ എത്ര കാലമായി ഈ മനുഷ്യൻ്റെ ശബ്ദം കേൾക്കുന്നതാണ്. ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കോട്ടയം നസീറിനെ തച്ചിന് വെച്ചിട്ട് ബെന്നി ബെഹനാൻ്റെ ശബ്ദം, തമ്പാനൂർ രവിയുടെ ശബ്ദം, സരിതയുടെ ശബ്ദം, ഇതെല്ലാം കൂടെ അങ്ങോട്ട് കെട്ടിച്ചമച്ച് പ്രതിപക്ഷങ്ങളോ BJP യോ വേറെ ആരെങ്കിലും ഒക്കെ ചെയ്തു എന്നാണോ ബെന്നി ബെഹനാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്? ഞാൻ ഇദ്ദേഹത്തെ കുറച്ചുകൂടെ സത്യസന്ധനായിട്ടാണ് ഞാൻ വിചാരിച്ചത്. ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ പറ്റിയെന്നെങ്കിലും പറയണ്ടേ? ബെന്നി ബെഹനാൻ ഇത് തുറന്നു പറയാം, അദ്ദേഹത്തിന് പറയാം ഞങ്ങളുടെ പാർട്ടിയിൽ ഇങ്ങനെ ചില കുഴപ്പങ്ങളുണ്ടായി, അത് കവറപ്പ് ചെയ്യേണ്ടത് എൻ്റെ ഡ്യൂട്ടിയാണ്, ഞാൻ അതുകൊണ്ട് അത് ചെയ്തു. ഇത് വലിയ അപരാധമൊന്നും അല്ലെന്ന് ആരും ചെയ്യുന്നതാ. നമ്മുടെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പുറത്തറിയാതിരിക്കാനൊക്കെ ആയിട്ട് ഒന്നും മിണ്ടാതിരിക്കും, നമുക്ക് ശരിയാക്കാം, പിന്നെ ആവട്ടെ നാളെ ആവട്ടെ എന്നൊക്കെ പറയാറുള്ളതാണ്. ഇത് തുറന്നു പറയാനുള്ള ആർജവം കാണിക്കേണ്ടേ ബെന്നി ബെഹനാൻ? ഫാബ്രിക്കേറ്റഡ് ആണെന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് പേടിച്ചു പോകുമെന്ന് വിചാരിച്ചോ? ഒരു കാര്യം തലയിലെഴുത്തായിപ്പോയി. ഇനി ഒരു 10-90 ദിവസം കൂടെ ഈ ശവം നമുക്ക് ചുമന്നേ പറ്റുള്ളൂ. എന്ത് ചെയ്യും? ഇറങ്ങി പോകില്ല എന്ന് പറഞ്ഞാൽ ഇറക്കി വിടാൻ നമുക്ക് കുറേ മാർഗവുമില്ല. നിയമപരമായിട്ട് ഇവരെ ഇറക്കി വിടാനുള്ള സമയമായിട്ടുമില്ല. കാരണം ആരെയും കുറ്റവാളിയായിട്ട് പ്രഖ്യാപിക്കുകയോ അങ്ങനെയൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഇത് സഹിക്കുക, വിഴുങ്ങുക, അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യും കേരള ജനത? അടുത്ത തെരഞ്ഞെടുപ്പ് വരെ എങ്ങനെയെങ്കിലും ഒരു 3 മാസം ഉണ്ടല്ലോ, കടിച്ചു പിടിച്ച് സഹിക്കുക ഈ നാറ്റം, അല്ലാതെ വേറെ എന്ത് ചെയ്യും? പക്ഷേ ഇതൊന്നും ഒരു മര്യാദയല്ല കേട്ടോ, ശാപം കിട്ടുന്ന പ്രവൃത്തികളാണ് ഇതൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് ആ സംഭാഷണത്തിൽ വെളിപ്പെട്ട കാര്യം. ബെന്നി ബെഹനാൻ പറഞ്ഞിട്ട് അബ്ദുള്ള കുട്ടിക്കെതിരെ ബലാത്കാരം ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു കള്ളപ്പരാതി സരിത കൊടുക്കുക. ഏതെങ്കിലും ഒരു സ്ത്രീ ലോകത്ത് ചെയ്യുന്ന പ്രവൃത്തിയാണോ? നിഷ്കളങ്കനായ മനുഷ്യന് ഇത് കേട്ട് തെറ്റിദ്ധരിച്ച് DYFIക്കാർ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുക, അദ്ദേഹം കരയുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതല്ലേ. അങ്ങേർക്കും ഉണ്ടല്ലോ ഭാര്യയും മക്കളും ഒക്കെ. ഇപ്പോൾ സരിത പറയുന്നു, സാർ ഞാൻ എങ്ങനെ ജീവിക്കും? എനിക്ക് കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഇപ്പോൾ ശരിയല്ലേ, ഒരു സ്ത്രീയാണ്, എനിക്ക് 2 കൊച്ചു കുട്ടികളുണ്ട് സാർ, ഞാൻ എങ്ങനെ ജീവിക്കും? അതിനു മുമ്പിൽ പരുങ്ങിപ്പോകുന്ന ബെന്നി ബെഹനാൻ, എത്ര ദയനീയമായ ചിത്രം. ബെന്നി ബെഹനാനെ പോലെ അന്തസ്സുള്ള, അക്ഷരാസ്യത്തിന് ഉയരമുള്ള രാഷ്ട്രീയക്കാരൻ, നല്ല പൊക്കമുള്ള ആളാണല്ലോ, അദ്ദേഹം തീരെ ചെറുതായിപ്പോയി സരിതയുടെ മുമ്പിൽ, കേരള ജനതയുടെ മുമ്പിൽ. എന്നിട്ട് ഫാബ്രിക്കേറ്റഡ് എന്ന് പറയുന്നു. ആരെ പറ്റിക്കാനാണ് ബെന്നി? സത്യം തുറന്നു പറയൂ ബെന്നി. കഷ്ടം തന്നെ. അദ്ദേഹം ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഞെട്ടിപ്പോയ ഒരു കാര്യം. ഞാൻ ഇന്ന് ഈ ചർച്ചയ്ക്ക് ക്ഷണിക്കപ്പെട്ടപ്പോൾ എൻ്റെ 1-2 പത്രപ്രവർത്തക സുഹൃത്തുക്കളോട് ഞാൻ ചോദിച്ചു, ഞാൻ പറയാൻ പോവുകയാണ്. AK ആൻ്റണി വന്നിട്ട് കേരള ജനതയോട് ഒരു പത്രസമ്മേളനത്തിലൂടെ വിളിച്ചു പറയുക, ഈ കാര്യങ്ങൾ മുഴുവൻ ഞാൻ പരിശോധിച്ചു, ഇതിലൊന്നും യാതൊരു അഴിമതിയും കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല, ഞാനാണ് പറയുന്നത്, അറക്കപ്പറമ്പിൽ കുര്യൻ്റെ മകൻ AK ആൻ്റണിയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം, കേരള ജനത വിശ്വസിക്കാം എന്ന് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. ആ സുഹൃത്തുക്കൾ പറഞ്ഞു, മോഹൻദാസ് പറയരുത്, AK ആൻ്റണിയെ കൊണ്ടത് ചെയ്യിച്ച് കളയും ആൾക്കാർ. കാരണം 5000 കോടി രൂപ വെട്ടിപ്പിൽ, നാഷണൽ ഹെറാൾഡ് വെട്ടിപ്പിൽ നിൽക്കുകയാണ് സോണിയാഗാന്ധി. അവരുടെ കീഴിലാണ് AK ആൻ്റണി പോലും. ഒരു ആപദ്ധർമ്മം എന്നുള്ള നിലയ്ക്ക് AK ആൻ്റണി അത് ചെയ്ത് കളയും. എൻ്റെ ദൈവമേ, ഇപ്പോൾ ആരെയാ കോൺഗ്രസ്സിൽ വിശ്വസിക്കുക? പണ്ട് PT ചാക്കോയുടെ കാറിൽ ഒരു സ്ത്രീയെ കണ്ടു എന്ന് പറഞ്ഞിട്ട് PT ചാക്കോയെ പുറത്താക്കിയ ടീമാണിതൊക്കെ. ഇന്നിപ്പോൾ എവിടെ വന്ന് എത്തി നിൽക്കുന്ന എൻ്റെ ഈശ്വര, ഒരു സ്ത്രീയുടെ സാരിത്തുമ്പിൽ ചുറ്റിക്കിടന്ന് കറങ്ങുക എന്നുള്ള ഗതികേട്. എന്നിട്ട് മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ വയ്ക്കുന്നു. VM സുധീരനാണ് അതിന് രാജിവെക്കേണ്ടത്. അന്തസ്സില്ലാത്ത മനുഷ്യനൊക്കെ കഷ്ടമായി പോയി. സോളാർ കേസിൽ മുഖ്യമന്ത്രിയെ ബന്ധിപ്പിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ പുറത്തു വരുമ്പോൾ TG മോഹൻദാസ് പറഞ്ഞ് അവസാനിപ്പിച്ച 2 പേരുകളിലേക്ക് ഒരു എത്തിനോട്ടം ആവശ്യമുണ്ട്. അതിൻ്റെ തുടക്കം ഫക്രുദ്ദീൻ അലീലിൽ നിന്ന്. ഫക്രുദ്ദീൻ, TG മോഹൻദാസ് പറഞ്ഞു വെച്ച പേരുകൾ, AK ആൻ്റണി കേരള സമൂഹത്തിൽ ഒരു പത്രസമ്മേളനം നടത്തണമെന്ന ആവശ്യം, കേരള ജനതയോട് രാഷ്ട്രീയം വിശദീകരിക്കാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലുള്ള VM സുധീരൻ, ചെറുതാക്കി ഒന്ന് ചുരുക്കി ഈ 2 വ്യക്തിത്വങ്ങളുടെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഒറ്റ നോട്ടത്തിൽ എങ്ങനെ കാണാൻ സാധിക്കും? TG അത് പരാമർശിച്ചുകൊണ്ടാണ് ആ പേരുകൾ ഇപ്പോൾ എടുത്തു പറഞ്ഞത്. ഇത്രയും കാലം ഞാൻ മോഹൻദാസ് കണ്ട കിരീം ബാബു ആയിരുന്നു. ആദ്യമായിട്ടാണ് മോഹൻദാസ് വന്നൊരു കാര്യത്തോട് യോജിക്കേണ്ടതായിട്ട് വരുന്നത്. സത്യത്തിൽ നമ്മളിപ്പം AK ആൻ്റണിയുടെ കാര്യം എടുക്കാം. AK ആൻ്റണി ഹൈക്കമാൻഡിൽ നിന്ന് വ്യത്യസ്തമായ AK ആൻ്റണിക്ക് ഒരു വോയിസ് ഇല്ല. ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസുണ്ട്. അതുമാത്രമല്ല, സരിത ഈ പറയുന്ന 1 കോടി രൂപ ഡൽഹിയിൽ നിന്നാണ് കൊടുത്തതെന്ന് പറയുന്നു. ഇത് ഹൈക്കമാൻഡ് നേരിട്ട് ഞാൻ കൊടുത്തെന്ന് ഞാൻ പറയുന്നില്ല. ഡൽഹിയിൽ നിന്ന് കൊടുത്തുമ്പോൾ കേന്ദ്രത്തിൽ ആരുടെ കയ്യിൽ എത്തി എന്നുകൂടിയുള്ള സംശയങ്ങൾ ഉയരും. രണ്ടാമത്തെ കാര്യം VM സുധീരൻ. ഇപ്പം ഞാൻ ഷെഫീനോടൊക്കെ പറയുകയാണ്, ഞങ്ങൾക്ക് വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായമുള്ളവരാണെങ്കിലും നമ്മൾ ഒരുപാട് ബഹുമാനിക്കുന്ന ആളാണ്. എന്തുകൊണ്ടാണ് VM സുധീരൻ വലിഞ്ഞു കളിക്കുന്നത്? കോൺഗ്രസ്സിൽ അജയ് തറയിൽ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞാൽ അങ്ങനെ തോക്കു ചൂണ്ടുന്ന ഇദ്ദേഹം ഈ കാര്യത്തിൽ എന്തുകൊണ്ട് കൃത്യമായ നിലപാടെടുക്കുന്നില്ല? ഇദ്ദേഹം കേരളത്തെ രക്ഷിക്കാനാണോ യാത്ര നടത്തുന്നത്, അതോ ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാനോ? ഷെഫി ഉത്തരം പറയേണ്ട കാര്യമാണ്. യെസ്, ഷഫീറിലേക്ക് വരുന്നതിന് മുമ്പ് സജീവനിലേക്ക്. ശ്രീ സജീവൻ, ഫക്രുദ്ദീൻ അടിവരയിട്ടതും TG മോഹൻദാസ് ഉയർത്തിയതുമായ ആ 2 പേരുകൾ, മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ്
94-95 കാലഘട്ടത്തിൽ ഇതൊന്നുമല്ലാത്ത ഒരു കോൺഗ്രസിൽ നടന്നിട്ടുള്ള കൊട്ടാര വിപ്ലവം താങ്കൾ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ അടുത്ത് നിന്ന് വീക്ഷിച്ചിട്ടുള്ളതാണ്. TG മോഹൻദാസ് ഈ രണ്ട് പേരുകൾ പറയുമ്പോഴാണ് എനിക്കതിലേക്കൊന്ന് കണക്ട് ചെയ്യണമെന്ന് തോന്നുന്നതും. ഉമ്മൻചാണ്ടി ഇപ്പോഴും മുഖ്യമന്ത്രിയായി നിലനിൽക്കുമ്പോൾ ഇത്രയും തെളിവുകൾ വരുമ്പോൾ ഈ തെളിവുകളൊന്നും തെളിവുകളല്ല എന്ന് പറയുമ്പോൾ ഉളുപ്പില്ലാതെ ഈ തരംഗത്തിലേക്ക് ഒരു രാഷ്ട്രീയം, കേരളത്തിൻ്റെ പ്രബുദ്ധ രാഷ്ട്രീയം എങ്ങനെ പോകും ശ്രീ എ സജീവൻ? അതോ തെളിവുകളില്ലാതെ ഉണ്ടയില്ല വെടി ഇങ്ങനെ പൊട്ടിക്കുന്നു മാധ്യമങ്ങൾ? ആ തരത്തിലാണോ ഇപ്പോൾ ഈ അവസ്ഥകളെ താങ്കൾ എന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വിലയിരുത്തുക? അല്ല, മാധ്യമങ്ങൾ ഉണ്ടയില്ല വെടി പൊട്ടിക്കുന്നു എന്ന് ഞാൻ പറയില്ല. സരിത കൊണ്ടുവന്നിട്ടുള്ള തെളിവല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ മോഹൻദാസോ ഫക്രുദ്ദീനോ പറഞ്ഞതുപോലെ ഒറ്റയടിക്ക് ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. ആൻ്റണി ആണെങ്കിലും VM സുധീരനാണെങ്കിലും കരുണാകരൻ്റെ കാലത്ത് കോൺഗ്രസിനകത്ത് നടന്നിട്ടുള്ള പ്രശ്നം അത് പാർട്ടിക്കകത്ത് വേറെ ഒന്നായിരുന്നില്ല. കരുണാകരൻ്റെ ഗ്രൂപ്പ് പ്രശ്നവും കരുണാകരൻ മകനെ അമിതമായ പുത്രവാത്സല്യം കാണിക്കുന്നതൊക്കെ ആയിട്ടുള്ള പ്രശ്നമായിരുന്നു. ഇത്രയും ചീഞ്ഞു നാറുന്ന പ്രശ്നമായിരുന്നില്ല. അതുമല്ല, അന്ന് കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തിരുമുറ്റത്തുമല്ല. ഇന്നത്തെ സ്ഥിതി അതല്ല. VM സുധീരൻ്റെ യാത്ര അവസാനിച്ച് കുറച്ച് കഴിയുമ്പോഴേക്ക് തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പരിപാടികളിലേക്ക് പോവുകയാണ്. ഇവിടെ BJP നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. അമിത്ഷായും നരേന്ദ്രമോദിയും നാളെ ഇവിടെ വരികയാണ്. അങ്ങനെ എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്തേക്ക് പോകുന്ന ഘട്ടത്തിൽ സ്വന്തം അടിവേരിന് മഴ വെച്ചുകൊണ്ട് ആഞ്ഞു കൊത്തുന്ന ഒരു പരിപാടിയിലേക്ക് അവർ പോവില്ല. ഇപ്പോൾ VM സുധീരനാണെങ്കിലും AK ആന്റണി ആണെങ്കിലും ചെയ്യുക തീർച്ചയായിട്ടും ഈ പാർട്ടിയെ രക്ഷിക്കുന്നതായിരിക്കും. അവർക്ക് ഉമ്മൻചാണ്ടിയെ രക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ തമ്പാനൂർ രവിയെ രക്ഷിക്കണമെന്നോ താല്പര്യം ഉണ്ടാവില്ല. അവരുടെ മുമ്പിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്തേക്ക് പോകുന്നു. ഇപ്പോൾ ഭരണമുള്ള ഈ സംസ്ഥാനം കൂടി കൈവിട്ടാൽ പല സംസ്ഥാനം ബീഹാറിലൊക്കെ ചെയ്തതുപോലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പാർട്ടിയല്ലാതെ മൂന്നാമത്തെ പാർട്ടിയായിട്ട് ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നു. അവരുടെ കാരുണ്യം കൊണ്ട് ലല്ലു പ്രസാദ് യാദവിന്റെയും നിതീഷ് കുമാറിന്റെയും മറ്റും കാരുണ്യം കൊണ്ട് നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ട് ഒരു ചോദ്യം, ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു മുഖ്യമന്ത്രിയെയും കൊണ്ട് ഇലക്ഷന് പോയാൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഒരു 5 മാസം മുമ്പ് വരെ നമ്മൾ കണ്ടത് ഇവർ കൊണ്ടുവന്ന ഈ വൻ പ്രൊജക്ടുകൾ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി, മദ്യനിരോധനം, ഇതിൻ്റെയൊക്കെ പുറത്ത് മുമ്പെങ്ങും ഇല്ലാത്ത ഒരു ഫീൽ ഗുഡ്, ഞാൻ അതിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിലൊക്കെ ഞാൻ കിടക്കുന്നില്ല, എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്, ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ടായിരുന്നു കോൺഗ്രസിന് അനുകൂലമായിട്ട്. ഞാനൊക്കെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നശിപ്പിച്ച് നാറാണക്കല്ലെടുക്കുന്ന അവസ്ഥ. ഈ അവസ്ഥ ഉമ്മൻചാണ്ടിയെയാണോ രക്ഷിക്കേണ്ടത്, കോൺഗ്രസിനാണോ രക്ഷിക്കേണ്ടത്? അതായത് ഉമ്മൻചാണ്ടിയെ ബലി കൊടുത്തുകൊണ്ട് കോൺഗ്രസിനെ രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നതാണോ ഇന്ന് ആന്റണിയും ഹൈക്കമാൻഡും നേരിടുന്ന ദുര്യോഗം? അല്ല, സംഭവിക്കാൻ പോകുന്ന കാര്യം വളരെ വ്യക്തമാണ്. ഉമ്മൻചാണ്ടിയെ വെച്ചുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു തർക്കവുമില്ല. ഉമ്മൻചാണ്ടി ആയിരിക്കില്ല നേതാവ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മിക്കവാറും നേരത്തെയൊക്കെ സംഭവിച്ച പോലെ AK ആന്റണിയെ പോലും ഇവിടെ പരീക്ഷിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ VM സുധീരനെ പരീക്ഷിക്കാനുള്ള സാധ്യത, അതല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ സാധ്യതയേക്കാൾ കൂടി ഈ രീതിയിലേക്ക് കോൺഗ്രസ് ഒരു പക്ഷേ പരീക്ഷിച്ചുകൂടായികയില്ല. കാരണം അതിന് പക്ഷേ ഇപ്പോഴേ തന്നെ സറണ്ടർ ചെയ്യുന്നൊരവസ്ഥ പോയാൽ ഇദ്ദേഹത്തെ കൈവിട്ടു എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ട് അഴിമതിയാണ് എന്ന് പാർട്ടി സമ്മതിക്കും എന്നൊരവസ്ഥ വരും. ഇവിടെ BJP പരമാവധി മുതലെടുക്കും. ഇവിടെ LDFന് അനുകൂലമായിട്ടുള്ള ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ കരുണാകരൻ ഇരുന്നതുപോലെ 9 MLA-മാരെ പോലും കിട്ടാത്തൊരവസ്ഥയിൽ, കരുണാകരൻ 9 MLA-മാരുന്നത് പാർട്ടിയുടെ പിളർപ്പിൻ്റെ ഘട്ടത്തിലായിരുന്നു, അതുപോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് പാർട്ടി പോവാതിരിക്കാൻ ഇപ്പോൾ തൽക്കാലം ഇദ്ദേഹത്തെ തള്ളിപ്പറയാതെ തന്നെ മുന്നോട്ടേക്ക് പോവുകയും ഏറ്റവും അടുത്ത സമയത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പാർട്ടിയെ നിയമസഭ തെരഞ്ഞെടുപ്പ് നയിക്കാൻ തീർച്ചയായിട്ടും ഒന്നുകിൽ രമേശ് ചെന്നിത്തല, അതല്ലെങ്കിൽ VM സുധീരൻ, അതുമല്ലെങ്കിൽ പലപ്പോഴും കോൺഗ്രസ് നേതൃത്വം AK ആന്റണിയെ പോലെ ഇവിടെ രംഗത്തിറക്കും. അതുവരെയുള്ള നിശബ്ദതയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസിനെ രക്ഷിക്കാൻ വരേണ്ട ഇപ്പോൾ ഉയരുന്ന പേരുകളിൽ AK ആന്റണിയും VM സുധീരനും ആണെങ്കിൽ ഇത്രയും വലിയ തെളിവുകൾ പുറത്തു വരുമ്പോൾ, ആ തെളിവുകൾ സോളാർ കമ്മീഷനെ അംഗീകരിക്കുമ്പോൾ, FIR ഇടണമെന്ന് ഒരു കോടതി പറയുമ്പോൾ അതിന്മേൽ അപ്പീൽ പോകുന്ന നേതൃത്വമുള്ളപ്പോൾ ഈ അവസ്ഥകളോട് പ്രതികരിക്കാത്ത നേതൃത്വത്തെ, ഒളിച്ചു കളിക്കുന്ന നേതൃത്വത്തെ, ആ തരത്തിലാണ് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വിശേഷണങ്ങൾ വരുന്നത്. ഈ നേതാക്കൾക്ക് അവർക്ക് കേരള ജനതയെ എത്രമാത്രം സംരക്ഷിക്കാൻ സാധിക്കും?